അമേരിക്കൻ സാമ്പത്തിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക നീക്കത്തിന് സാക്ഷ്യം കുറിച്ചുകൊണ്ട് 2027 സാമ്പത്തിക വർഷത്തേക്ക് റെക്കോർഡ് പ്രതിരോധ ബജറ്റുമായി വൈറ്റ് ഹൗസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഏകദേശം 1.5 ട്രില്യൺ ഡോളറാണ് സൈനിക ആവശ്യങ്ങൾക്കായി പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു ബജറ്റ് വിഹിതമല്ല, മറിച്ച് അമേരിക്കയുടെ ആഭ്യന്തര സാമ്പത്തിക ഭദ്രതയെ പോലും ഉലയ്ക്കാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ സൈനിക നാടകമായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. ABC ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 2026 ബജറ്റിനേക്കാൾ 445 ബില്യൺ ഡോളറിന്റെ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രതിരോധ ചിലവിൽ 42% വൻ കുതിച്ചുചാട്ടം. ഇത്രയും ഭീമമായ തുക യുദ്ധത്തിനായി കണ്ടെത്തുന്നത് സാധാരണക്കാരായ അമേരിക്കൻ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന രീതിയിലാണ്. സൈനിക ബജറ്റ് വർദ്ധിപ്പിക്കുന്ന അതേസമയം തന്നെ പ്രതിരോധേതര മേഖലകളിലെ ചിലവുകൾ 73 ബില്യൺ ഡോളർ അഥവാ 10% വെട്ടിക്കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹികക്ഷേമം തുടങ്ങിയ മേഖലകളിൽ നിന്ന് പണം വകമാറ്റി യുദ്ധഭൂമിയിലേക്ക് ഒഴുക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സ്വന്തം രാജ്യത്തെ കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ ബലി കൊടുത്തുകൊണ്ട് പരാജയപ്പെടുന്ന ഒരു യുദ്ധത്തെ താങ്ങി നിർത്താനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന രൂക്ഷമായ വിമർശനമാണ് പുറത്തുവരുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിന് നേരിട്ട തിരിച്ചടികളും അത്യാധുനിക ആയുധങ്ങളുടെ നാശനഷ്ടങ്ങളും നികത്താനാണ് ഈ അധിക തുക ഉപയോഗിക്കുകയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇറാന്റെ പക്കലുള്ള അതിശക്തമായ മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാൻ കൂടുതൽ വിപുലമായ സാങ്കേതിക വിദ്യകൾ ആവശ്യമാണെന്ന് പെന്റഗൺ വാദിക്കുന്നുണ്ട്. എന്നാൽ 1.5 ട്രില്യൺ ഡോളർ എന്ന ഈ വമ്പൻ തുക യുഎസിന്റെ കടബാധ്യത വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിന് വഴിവെക്കുകയും ചെയ്യുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധം ജയിക്കാനുള്ള ആവേശം ഒരു രാജ്യത്തെ ജനതയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലെന്ന വാദവും ശക്തമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്ത് തിരിച്ചടികൾ നേരിടുമ്പോൾ സൈനിക മേധാവിത്വം തിരിച്ചുപിടിക്കാനുള്ള അവസാന ശ്രമമായാണ് വൈറ്റ് ഹൗസ് ഈ ബജറ്റിനെ കാണുന്നത്. എന്നാൽ സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് യുദ്ധത്തിന് പണം കണ്ടെത്തുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വെല്ലുവിളിയായേക്കാം. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിൽ വന്ന ഭരണകൂടം ഇപ്പോൾ US കുടുംബങ്ങളുടെ താൽപര്യത്തെക്കാൾ യുദ്ധത്തിന് മുൻഗണന നൽകുന്നു എന്ന ആരോപണം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ ചർച്ചാ വിഷയമാകും. യുദ്ധം നീണ്ടുപോകുന്ന ഓരോ ദിവസവും അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ തകരുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഉയരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ആയുധപ്പുരകൾ നിറയ്ക്കാൻ അമേരിക്കൻ സാധാരണക്കാരന്റെ കീശ കവരുന്നത് വലിയൊരു നയതന്ത്ര പരാജയമായി ചരിത്രം രേഖപ്പെടുത്തിയേക്കാം.